ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രതാപനെ കാണാനായിട്ട് എത്തുന്നുണ്ട് മഹിയെ കാണുമ്പോൾ തന്നെ കണ്ണൻ മോനോട് മോളെങ്കിലും എല്ലാം പറയണമെന്ന് പ്രതാപൻ പറയുമ്പോൾ അയാൾ എങ്ങനെയെങ്കിലും ഒന്ന് അടങ്ങട്ടെ എന്ന് കരുതിക്കൊണ്ട് വേറെ വഴിയില്ലാതെ കണ്ണേട്ടനോട് എല്ലാം പറഞ്ഞു എന്ന് പ്രതാപനോട് കള്ളം പറയുകയാണ് മഹി ചെയ്യുന്നത്. അത് കേട്ട് വല്ലാതാവുന്നുണ്ട് കേട്ടോ, വല്ലാതെ സന്തോഷമാവുന്നുണ്ട് പ്രതാപന്. ഇന്ന് രാത്രി വിശ്വനാഥൻ വന്നു കഴിഞ്ഞാൽ ഈ സന്തോഷ വാർത്ത അവനെ അറിയിക്കണമെന്നും കണ്ണൻ തരുന്ന ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങാൻ തയ്യാറാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് പിച്ചും പേയൊക്കെ പറയുന്നുണ്ട് വീണ്ടും പ്രതാപൻ. ഇതേസമയം പ്രതാപനാണെങ്കിൽ മഹിയെ ഇപ്പോൾ വളരെ സ്നേഹത്തോടെ മോളെ എന്നെല്ലാം വിളിച്ചുകൊണ്ടാണ് അവളോട് പെരുമാറുകയൊക്കെ ചെയ്യുന്നത്. ഇതേസമയം കരുണയെയും മുത്തശ്ശിയൊക്കെ ചീത്ത വിളിച്ച് മുറിയിൽ നിന്നും ആട്ടിപ്പായിക്കാനും നോക്കുന്നു. പിന്നീട് തിരികെ ഫൈനാൻസിസിലെത്തുന്ന മഹി കാര്യങ്ങളെല്ലാം കണ്ണനെ അറിയിക്കുന്നുണ്ട്. അയാൾക്കിപ്പോൾ ശത്രുക്കളോടൊക്കെ വളരെ സ്നേഹമാണെന്നും സ്നേഹം ചേരുന്നവരോടൊക്കെ ശത്രുസ്ഥാനത്താണ് കാണുന്നതെന്നെല്ലാം പറയുമ്പോൾ താൻ സൂക്ഷിക്കണം, ഒരുപക്ഷെ എല്ലാം അയാളുടെ അഭിനയമായിരിക്കും, സ്നേഹം ഭാവിച്ച് തന്നെ അടുത്തേക്ക് വിളിച്ച് അയാൾ എന്തെങ്കിലും ചെയ്തു കളയും, അത് തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് പോലും ദോഷം ചെയ്യും. ഇപ്പോൾ പിന്നെ ഭ്രാന്താണെന്ന് ഡോക്ടറെ കൊണ്ട് സർട്ടിഫൈ ചെയ്താലും മതിയല്ലോ. അയാൾക്ക് ഈ അവസ്ഥ വരുന്നതിന് തലേ ദിവസം വരെ അയാൾ നമ്മളെ അപായപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്നാണ് മാർക്കോ പറഞ്ഞത്. എന്തായാലും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന എൻ്റെ അച്ഛൻ അയാളെ വെറുതെ വിടില്ല എന്ന് കണ്ണൻ പറയുന്നുണ്ട്. ഇനി ഏതായാലും കണ്ണേട്ടൻ അയാളെ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കണ്ട എന്ന് മഹി പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ കണ്ണനോട്. പിന്നീട് രാത്രി മുത്തശ്ശിക്ക് പ്രതാപൻ്റെ മുറിയിൽ കിടക്കാൻ പേടിയായതുകൊണ്ട് തന്നെ കരുണയെ പ്രതാപൻ്റെ മുറിയിലേക്ക് പറഞ്ഞു വിടുന്നു. അവിടെ എത്തുന്ന കരുണ വിശ്വനാഥിൻ്റെ ആത്മാവിനോട് എന്ന പോലെ പ്രതാപൻ സംസാരിക്കുന്നതെല്ലാം കണ്ട് കിളി പോയ അവസ്ഥയിലാവുന്നുണ്ട് കരുണയെ കാണുന്ന പ്രതാപനാണെങ്കിൽ എടി കരുണയില്ലാത്ത കരുണയെന്ന് വിളിച്ചുകൊണ്ട് അവളുടെ നേരെ ദേഷ്യപ്പെടുന്നുണ്ട്. കരുണയാണെങ്കിൽ പ്രതാപൻ്റെ ആ മട്ടും ഭാവമൊക്കെ കണ്ട് വേഗം തന്നെ പേടിച്ച് മുറിക്ക് പുറത്ത് കടന്ന് വാതിലടയ്ക്കുന്നു. പിന്നീട് മുത്തശ്ശിയുടെ അടുത്തെത്തുന്ന കരുണ പ്രതാപൻ്റെ മുറിയിൽ കണ്ട കാര്യത്തെക്കുറിച്ചെല്ലാം പറയുമ്പോൾ എല്ലാം കൈവിട്ട് പോയോ ഭഗവാനെ, എല്ലാം കണ്ണൻ അറിഞ്ഞെന്ന് വിശ്വസിച്ച് അവൻ ഒന്ന് അടങ്ങുമെന്നാണ് കരുതിയത്, ഇതിപ്പോൾ ഭ്രാന്ത് മൂക്കുന്ന ലക്ഷണങ്ങളാണല്ലോ കാണുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി പേടിച്ചു വിറയ്ക്കുന്നു. വീണ്ടും പ്രതാപൻ ഫോൺ എടുത്ത് കണ്ണനെ വിളിക്കാനൊക്കെ ഒരു ശ്രമം നടത്തുന്നുണ്ട്. പ്രതാപൻ്റെ കോള് കാണുന്ന കണ്ണനാണെങ്കിൽ മഹി പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി അയാൾ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കണ്ട എന്ന്, അതുകൊണ്ട് തന്നെ പ്രതാപൻ്റെ ആ കോൾ എടുക്കുന്നില്ല. പ്രതാപനാണെങ്കിൽ നിൻ്റെ ഭാര്യ പറഞ്ഞു നീ സത്യങ്ങളെല്ലാം അറിഞ്ഞെന്ന്, അതുകൊണ്ട് തന്നെ നിൻ്റെ അച്ഛൻ ഭയങ്കര ഹാപ്പിയാണെന്നും ഇനി നീ എന്നെ കൊല്ലാൻ വരുന്ന അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്നെല്ലാം മനസ്സിൽ കരുതി കൂട്ടിക്കൊണ്ടാണ് പ്രതാപൻ കണ്ണനെ വിളിക്കുന്നത്. പക്ഷേ ഇത്തവണയും പ്രതാപൻ്റെ ആ ഒരു അറ്റംപ്റ്റ് നടക്കുന്നില്ല. ശേഷം കണ്ണൻ മഹിയെ വിളിച്ചിട്ട് ഇടയ്ക്കൊരു കോള് വന്നിരുന്നുവെന്നും പ്രതാപൻ തന്നെയാണ് എന്നെ വിളിച്ചതെന്നാണ് തോന്നുന്നത്, പക്ഷേ ഞാൻ താൻ പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ അയാളുടെ കോൾ എടുത്തില്ല എന്നെല്ലാം മഹിയോട് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. അപ്പോൾ അത് കേട്ട് മഹിക്ക് വീണ്ടും ടെൻഷൻ ആവുന്നുണ്ട്. കണ്ണേട്ടൻ അയാളെ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കണ്ട, ഒരുപക്ഷെ സ്നേഹം അഭിനയിച്ച് കണ്ണേട്ടനെ അയാൾ അപകടപ്പെടുത്തുമോ എന്നെനിക്ക് പേടിയുണ്ടെന്നും പറയുന്നുണ്ട് കേട്ടോ മഹിയും. അങ്ങനെ മഹിയുമായിട്ട് കണ്ണൻ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ദുർഗ ചായയുമായിട്ട് വരുന്നത് കണ്ണൻ കാണുന്നത്. അപ്പോൾ മഹിയുമായിട്ട് സംസാരിച്ച് വീൽ ചെയറിൽ നിന്നും എഴുന്നേറ്റ് കാര്യമൊന്നും കണ്ണൻ അറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ദുർഗയുടെ കണ്ണിൽ പെടാതെ വീൽ ചെയറിലിരിക്കാനും പറ്റില്ല. അപ്പോൾ തൽക്കാലം ബാൽക്കണിയിൽ തന്നെ മറിഞ്ഞിരിക്കുകയാണ് കണ്ണൻ ചെയ്യുന്നത്. ഇതേ സമയം ദുർഗ ചായയുമായിട്ട് വരുമ്പോൾ വീൽ ചെയറിൽ അവിടെ കാണുന്നുണ്ട്, പക്ഷേ അതിൽ കണ്ണനെ കാണാതെ ആകെ ഞെട്ടുന്നുണ്ട്. അങ്ങനെ ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് നിന്ന് പോവുകയാണ് ദുർഗ. വേഗം തന്നെ ഉണ്ണിയുടെ അടുത്ത് ചെന്നിട്ട് അവനെ ആ മുറിയിലെങ്ങും കാണുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ണിയാണെങ്കിലും കണ്ണൻ്റെ മുറിയിൽ വന്ന് നോക്കുമ്പോൾ വീൽ ചെയർ മാത്രം അവിടെ കാണുന്നു. തുടർന്ന് വീൽ ചെയറിൻ്റെ സഹായമില്ലാതെ കണ്ണേട്ടന് എവിടേക്കും പോകാൻ പറ്റില്ല. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു? ഇനി അയാളുടെ കാലിൻ്റെ തളർച്ചയൊക്കെ മാറിക്കാണൂ, അയാൾ നടന്നു തുടങ്ങി കാണൂ എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ നീ ഇങ്ങനെ ഹൃദയം നിന്നു പോകുന്ന കാര്യങ്ങളൊന്നും പറയില്ലേ മോനെ, അല്ലെങ്കിൽ തന്നെ അവൻ്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ വളരുന്നത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിന് വല്ലാത്ത ഭാരമാണ്. അതിൻ്റെ കൂടെ അവൻ നടന്നു തുടങ്ങി എന്നുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നെല്ലാം ദുർഗ പറയുന്നുണ്ട്. കണ്ണനാണെങ്കിൽ ഇവരുടെ ഈ സംസാരം എല്ലാം കേട്ടുകൊണ്ട് ബാൽക്കണിയിൽ മറഞ്ഞു നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കണ്ണനൊരു സൂത്രം പ്രയോഗിക്കുകയാണ്, അതായത് ബാൽക്കണിയിൽ തന്നെ വീണ് കിടക്കുന്നു. അപ്പോൾ കണ്ണൻ്റെ ആ ശബ്ദം കേട്ട് അവിടേക്ക് ചെല്ലുന്നുണ്ട് ഉണ്ണിയും ദുർഗയൊക്കെ. അപ്പോൾ കണ്ണേട്ടൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ തനിയെ നടക്കാനായിട്ട് ഒരു ശ്രമം നടത്തിയെന്നും പക്ഷേ പെട്ടെന്ന് വീട് പോയി എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ണി തന്നെ കണ്ണനെ താങ്ങി പിടിച്ചു കൊണ്ടുവന്ന് കട്ടിലിരുത്തുന്നുണ്ട്. തുടർന്ന് ദുർഗ പറയുന്നുണ്ട് നാളെ അവളുടെ 7ാം മാസത്തെ ചടങ്ങ് ഇവിടെ നടക്കുകയല്ലേ, കരണമോളാണെങ്കിൽ സ്വന്തം കുഞ്ഞു പോയതിൻ്റെ വിഷമത്തിൽ നീറി കഴിയാണ്. അപ്പോൾ അവളെ കരയിക്കാൻ വേണ്ടി മനഃപൂർവ്വമാണോ നീ അവളുടെ 7ാം മാസത്തെ ചടങ്ങ് ഇവിടെ നടത്തുന്നത്?
കുറച്ചെങ്കിലും മനുഷ്യത്വം വേണ്ടേ എന്നെല്ലാം ദുർഗ ചോദിക്കുമ്പോൾ കരുണയുടെ കുഞ്ഞു പോയത് അവളുടെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും അവളുടെയും കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്. മഹിയെ ഇല്ലാതാക്കാൻ നോക്കിയപ്പോഴല്ലേ അവൾക്ക് അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്. മര്യാദയ്ക്കായിരുന്നെങ്കിൽ അവൾക്കിപ്പോൾ ഒരു കുഞ്ഞിനെ ലാളിക്കാമായിരുന്നല്ലോ. പിന്നെ മനുഷ്യത്വം ഉള്ളവരോട് മാത്രമേ അത് കാണിക്കേണ്ട കാര്യമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയുടെ നാവടപ്പിക്കുന്ന മറുപടി കണ്ണൻ കൊടുക്കുന്നുണ്ട്. പിന്നീട് കണ്ണേട്ടനെ സത്യം അറിയിക്കാൻ പ്രതാപൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഒരു സത്യം മറയ്ക്കാൻ വീണ്ടും വീണ്ടും കണ്ണേട്ടനോട് കള്ളം പറയേണ്ട അവസ്ഥയാണ് ലേഖയെ. ഈ കള്ളങ്ങൾക്കൊന്നും അധികം ആയുസ്സുണ്ടാവുമെന്ന് തോന്നുന്നില്ല. എന്നെങ്കിലും എല്ലാം കണ്ണൻ അറിയുമെന്ന് പറഞ്ഞുകൊണ്ട് മഹി വല്ലാതാകുമ്പോൾ മഹി പറഞ്ഞത് ശരിയാണെന്നും ആ പേടി എനിക്കുണ്ട്. അന്നത്തെ ആക്സിഡൻറ്റിൽ മഹിയാണ് ഏക സാക്ഷി. അതറിഞ്ഞു കഴിഞ്ഞാൽ കണ്ണേട്ടൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും കൂടി കണ്ണേട്ടനെ ചതിച്ചെന്ന് മാത്രമേ കണ്ണേട്ടൻ കരുതൂ എന്ന് ലേഖയും പറയുന്നുണ്ട്. ഉണ്ണിയാണെങ്കിൽ ഇതേ സമയം കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത്. അതായത് വീൽ ചെയറിലിരുന്ന അയാൾ എങ്ങനെ ബാൽക്കണിയിലെത്തി. അയാളുടെ ഇടതുകാലിൻ്റെയും വലതുകാലിൻ്റെയും വിരലുകൾ ചെറുതായിട്ടൊന്ന് അനങ്ങി തുടങ്ങിയതല്ലാതെ പ്രത്യേകിച്ച് പുരോഗതിയൊന്നുമില്ല. ഇനി കുഞ്ഞിൻ്റെ കാര്യം മറച്ചു വെച്ചതുപോലെ ഇതും അയാൾ മറച്ചു വെക്കുന്നതാണെങ്കിലോ? സത്യം എങ്ങനെയെങ്കിലും കണ്ടെത്തണം. അതിനുവേണ്ടി വീണ്ടും ഡിറ്റക്റ്റീവ് പണി ആരംഭിക്കാൻ തന്നെ ഉണ്ണി തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട്. തുടർന്ന് അയാളും അവരും തമ്മിൽ എല്ലാവരും വിചാരിക്കുന്നത് പോലെ അകന്നിട്ടില്ല എന്നും എല്ലാം അവരുടെ നാടകമാണെന്നും മനസ്സിലായത് അയാളുടെ ഫോൺ പരിശോധിച്ചപ്പോഴല്ലേ. അപ്പോൾ ഈ കാര്യത്തിൻ്റെയും എന്തെങ്കിലും ഒരു തുമ്പ് അയാളുടെ ഫോണിൽ നിന്നും കിട്ടാതിരിക്കില്ല. അയാൾ അറിയാതെ ആ ഫോൺ പരിശോധിക്കണം എന്ന് തന്നെ മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട് കേട്ടോ ഉണ്ണി. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന കിടിലൻ എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്